ഗ്രാമത്തിൽ മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. സുശീലും ചന്ദനും ഒരേ കുടയുടെ താഴെ റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് രണ്ടുപേർക്കും നന്നായി വിശക്കാൻ തുടങ്ങി. അവരെന്തെങ്കിലും ആഹാരം തേടുകയായിരുന്നു. പക്ഷെ ആ റോഡ് മുഴുവനായി ഗാലിയായി ഇരിക്കുകയായിരുന്നു. തൊട്ടടുത്ത് അവിടെ ഒരു വണ്ടിക്കാരനും ഇല്ലായിരുന്നു. സുശീൽ, ഈ തണുപ്പുള്ള മഴ പെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. കഴിക്കാൻ ചൂടായിട്ട് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വീണു പോകും. എടാ ചന്ദൻ, കുറച്ച് ശാന്തമായി ഇരിക്കേ. ഈ ക്ലൈമറ്റിൽ എല്ലാവർക്കും വിശക്കുമായിരിക്കും. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. വീട് അടുത്ത് വന്നിട്ടുണ്ട്. അവിടെ ചെന്നാൽ എന്തെങ്കിലും കിട്ടിയേക്കും. ചന്ദൻ ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കി. അപ്പോഴാണ് റോഡിനരികിലായി ചെറുതായി ഒരു വെളിച്ചം കാണാൻ തുടങ്ങിയത്. മുൻപ് ബസു ചേട്ടന്റെ കട തുറന്നിട്ടുണ്ട്. അത് തുറന്നിട്ടുണ്ട്. വേഗം പോയേക്കാം, അല്ലെങ്കിൽ മഴ വേഗമായിട്ട് വന്നേക്കും. രണ്ടുപേരും വേഗം ആ കടയെ നോക്കി നടക്കാൻ തുടങ്ങി. രണ്ടുപേരും അവിടെ ചെന്നെത്തിയതും തന്നെ അവിടെ അവർ ബസുവിനെ കണ്ടു. ബസു അദ്ദേഹത്തിന്റെ കടയിൽ ചൂടുള്ള സമൂസയും ബ്രെഡ് പക്കോടയും ഉണ്ടാക്കുകയായിരുന്നു. കടയിലുണ്ടായിരുന്ന എണ്ണ കറുത്തതായും പഴയതായും കാണപ്പെട്ടു. പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന സ്ഥലവും കുറച്ച് മോശമായിരുന്നു. പിന്നെ കടയെ ചുറ്റി ഈച്ചകൾ പറന്നുകൊണ്ടിരുന്നു. ചന്ദന് ആ ചൂടുള്ള സമൂസ കണ്ട് കൊതി വന്നു. പക്ഷേ ചന്ദൻ അവിടെ വൃത്തിയില്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ട് അല്പം വിഷമത്തോടെ നിന്നു. വാവ് ബസു ചേട്ടാ, ചൂടുള്ള സമോസ റെഡി ആയിട്ടുണ്ടോ? വേഗം 2 പ്ലേറ്റ് എടുത്ത് തരൂ. അതിൻ്റെ കൂടെ കാരമുള്ള ചട്നിയും തരൂ. ചേട്ടാ ചന്ദൻ, കുറച്ചിരിക്ക്. ബസു ചേട്ടാ, ആ ചട്നി ചെയ്യുന്ന വെള്ളമുണ്ടല്ലേ, അത് എവിടേതാണ്? പിന്നെ ആ എണ്ണ കണ്ടില്ലേ, ഇത് എത്ര കറുപ്പായിട്ടുണ്ട്. മഴ സമയത്ത് എല്ലാ സ്ഥലത്തും രോഗങ്ങൾ വന്നിരിക്കുന്നു. ഡോക്ടർ പോലെ പറയുന്നത് നിർത്തിയേക്ക്. മഴ സമയത്ത് ഇതെല്ലാം കാണാൻ പറ്റില്ലായിരുന്നു. ചൂടുള്ളത് കിട്ടിയാൽ മാത്രം മതിയാണ്. ചൂടുള്ള എണ്ണയിൽ എല്ലാ കൃമികളും ചെത്തുപോകും. ബസു ചേട്ടാ, നീ പ്ലേറ്റ് അടിക്കേ. ബസു ചൂടുള്ള സമൂസ എടുത്ത് പേപ്പറിലേക്ക് വെച്ചു. ചന്ദൻ ഉടനെ കഴിക്കാൻ തുടങ്ങി. പക്ഷേ സുശീൽ കുറച്ചു സമയം ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ വിശപ്പ് കാരണം അവനും ആ സമൂസ എടുത്ത് കഴിക്കാൻ തുടങ്ങി. രാത്രി സുശീൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഭയങ്കര വയറുവേദന കാരണം അവൻ തന്റെ വയറ് കൈകൊണ്ട് കെട്ടിപ്പിടിച്ചിരുന്നു. സുശീലിന്റെ അമ്മയും അച്ഛനും കാണാൻ വളരെ വിഷമത്തോടെ ആയിരുന്നു. അമ്മേ, എനിക്ക് ഒരുപാട് വയറ് വേദനിക്കുന്നുണ്ട്. എന്റെ വയറ്റിന്റെ അകത്ത് ആരോ ഫുട്ബോൾ കളിക്കുന്നത് പോലെ ഉണ്ട്. എനിക്ക് ഛർദിക്കാൻ തോന്നുന്നു. ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ മഴക്കാലത്ത് പുറത്ത് വിൽക്കുന്നതൊന്നും വാങ്ങി കഴിക്കരുതെന്ന്. പക്ഷേ നീയും നിന്റെ കൂട്ടുകാരനും ഉണ്ടല്ലോ, നിങ്ങൾക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചോണ്ടേ ഇരിക്കണം. ഇതാ പിടിച്ചോ സുശീൽ. ഡോക്ടർ ബാബു ഈ സിറപ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗ്രാമത്തില് പുറത്ത് ഭക്ഷണം കഴിക്കണത് കാരണം ഒരുപാട് ആൾക്കാർക്ക് അസുഖം പിടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മഴ സമയത്ത് ബസുവിന്റെ കട കാരണം ഒരുപാട് ആൾക്കാർക്ക് അസുഖം വരുന്നു. സുശീൽ വേദനയോടെ എണീറ്റു. എന്നിട്ട് അവൻ തന്റെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് വാങ്ങി കുടിച്ചു. ഇനി എപ്പോഴും പുറത്ത് ചെന്ന് സമോസ ചാട്ട് കഴിക്കാൻ പാടില്ല. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ വയറ്റ് വേദനയെ സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതിനുശേഷം സുശീൽ വീണ്ടും കിടന്നുറങ്ങി. അവന്റെ അമ്മ അവന് ബെഡ്ഷീറ്റ് മൂടിക്കൊടുത്തു. രാത്രി മുഴുവൻ പുറത്ത് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം മഴ അവസാനിച്ചു. പക്ഷേ മാർക്കറ്റിൽ റോഡെല്ലാം വെറും ചെളിയും അഴുക്കും കൊണ്ട് നിറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ആ ചേറ് നിറഞ്ഞ റോട്ടിൽ കൂടി സുശീൽ വളരെ ശ്രദ്ധിച്ച് പതുക്കെ നടന്നു. അപ്പോഴാണ് അവിടെ ചന്ദൻ ഒരു കടയിൽ ഇരിക്കുന്നത് അവൻ കണ്ടത്. ചന്ദൻ വേദന കാരണം തന്റെ വയറ് പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവന്റെ അവസ്ഥ സുശീലിനേക്കാളും വളരെ മോശമായിരിക്കുന്നത് പോലെ തോന്നി. എന്തു പറ്റി ചന്ദൻ? നിന്റെ അവസ്ഥ എന്നെക്കാളും വളരെ മോശമായിട്ട് കാണുന്നുണ്ട്. കേൾക്കല്ലേ, ഇന്നലെ രാത്രി മുതൽ 10 പ്രാവശ്യം ടോയ്ലറ്റ് പോയിട്ടുണ്ട്. ഡോക്ടർ ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഗുളിക മാത്രം പോയിട്ടുണ്ട്. ഇന്നലെ കഴിച്ച സമോസ വിഷമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലേ ആ എണ്ണയും വെള്ളവും മോശമായിട്ടുണ്ടെന്ന്. മഴ സമയത്ത് ഈച്ചകൾ എല്ലാ സ്ഥലത്തിലും ഒരുപാട് മോശമായിട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് രുചി മാത്രമാണ് ആവശ്യം. രുചി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ജീവൻ പോയിരിക്കും. പക്ഷേ ഈ ക്ലൈമറ്റിൽ ഈവനിങ്ങിൽ ഏതെങ്കിലും കിട്ടിയാൽ പിന്നെ ചൂടുള്ളത് കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഈ ക്ലൈമറ്റിൽ ശുദ്ധമായിട്ടും പിന്നെ നന്നായിട്ടും എങ്ങനെ കഴിക്കാനാ? ഞാനും അതെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. എണ്ണയില്ലാതെ മോശമായ വെള്ളമില്ലാതെ എന്താണ് കിട്ടുന്നത്? ശരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇന്ന് നമ്മളുടെ വയറ്റിന് റെസ്റ്റ് ആവശ്യമാണ്. സുശീൽ ചന്ദന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പതുക്കെ പതുക്കെ രണ്ടുപേരും വീട്ടിലേക്ക് പോകാൻ തുടങ്ങി.
വൈകുന്നേരം സുശീലിന്റെ അച്ഛൻ അടുക്കളയിൽ ചില കടലകളും ധാന്യങ്ങളും വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സുശീൽ അവിടേക്ക് വന്നത്. അപ്പോഴാണ് അവന് ഫ്രഷായി വറുക്കുന്ന കടലയുടെ മണം വന്നത്. പിന്നെ അവർ വളരെ ആഗ്രഹത്തോടെ അത് നോക്കാൻ തുടങ്ങി. അച്ഛാ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പിന്നെ ഇത്ര വലിയ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നത്? വീട് മൊത്തം ഈ സുഗന്ധമുണ്ട്. ചേടാ സുശീൽ, വരൂ വരൂ. നിങ്ങളെ പോലെ ഈ കാലത്തിലുള്ള കുട്ടികൾ നിങ്ങളുടെ പഴയ കാര്യങ്ങളെ മറന്നിട്ടുണ്ട്. ഞാൻ മണ്ണുകൊണ്ട് ചെന്നായനെ വറുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളുടെ സ്ഥലത്തിന്റെ പാരമ്പര്യ സ്നാക്ക് എന്ന് പറയും. അദ്ദേഹം ആ മണ്ണ് നിറഞ്ഞ പാത്രത്തിലിട്ട് കടലകൾ വറുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ കടലകളൊക്കെ ശബ്ദത്തോടെ പൊരിയാൻ തുടങ്ങിയിരുന്നു. കൊള്ളാമല്ലോ, ഇത് വളരെ വേഗത്തിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലെ എണ്ണയും വിട്ടിട്ടില്ല. എണ്ണയോ? ഇതിലെ ഒരു ചുക്ക എണ്ണ പോലും ആവശ്യമില്ല. അവന്റെ അച്ഛൻ അരിപ്പിന്റെ സഹായം കൊണ്ട് ആ വറുത്ത കടലകളെ മണ്ണിൽ നിന്നും പിരിച്ചെടുക്കുകയായിരുന്നു. സുശീൽ തന്റെ അച്ഛന്റെ അടുത്തിരുന്നു കൊണ്ട് ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം അവന്റെ അച്ഛൻ പാത്രത്തിൽ വറുത്ത കടല, കപ്പലണ്ടി, കാരാമണി, പിന്നെ ചോളം എല്ലാം ഒന്നിച്ചു ചേർക്കാൻ തുടങ്ങിയിരുന്നു. ഇത് പുറത്ത് കിട്ടുന്ന സമോസ പോലെ രുചിയായിട്ടിരിക്കുമോ? ഇതിൽ നിന്ന് വരുന്ന സുഗന്ധം നിനക്കൊരു വലിയ ഹോട്ടലിൽ പോലും കിട്ടുന്നില്ല മോനെ. മുഖ്യമായ കാര്യം, ഈ മഴക്കാലത്ത് ഇതാണ് ആരോഗ്യമുള്ള ഭക്ഷണം. അപ്പോഴാണ് സുശീലിന്റെ അമ്മ കിച്ചണിൽ നിന്നും മുറിച്ച ഉള്ളിയും പച്ചമുളകും എടുത്തുകൊണ്ട് വന്നത്. ആ ഉള്ളിയെ അവർ ആ പാത്രത്തിൽ ഇട്ടു. പിന്നെ സുശീലിന്റെ അച്ഛൻ അതെല്ലാം തന്നെ ഒന്നിച്ചു കൂട്ടി മിക്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ദേ നോക്ക് സുശീൽ, ഇത് നീ കഴിക്കുന്നത് കൊണ്ട് നിനക്ക് യാതൊരു പ്രശ്നവും വരില്ല. ഞങ്ങളെല്ലാം ചെറിയ പ്രായത്തിൽ മഴക്കാലത്ത് ഇതാണ് കഴിക്കുക. ശരിയാണ് പറഞ്ഞത്. ഇതാ കഴിച്ചു നോക്ക്. സുശീലിന്റെ അച്ഛൻ ഒരു കിണ്ണം നിറയെ അവൻ ആ കടല എടുത്തു കൊടുത്തു. സുശീൽ ആദ്യം കുറച്ച് കടല എടുത്ത് കഴിച്ചു. അത് കഴിച്ചതും അവന്റെ കണ്ണു നിറയെ സന്തോഷം നിറഞ്ഞിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സുശീൽ തന്റെ അച്ഛനോടും അമ്മയോടും കൂടി ഇരുന്ന് ആ ബിഹാർ പൂഞ്ച കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ചന്ദൻ പ്ലാസ്റ്റിക് കവർ തന്റെ തലയിൽ ഇട്ടുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് നടന്നു വന്നത്. അവൻ നനഞ്ഞു കുളിച്ച് വിശപ്പോടെ ഇരിക്കുന്നത് മനസ്സിലായി. സുശീൽ, നിന്റെ വീട്ടിൽ നിന്ന് നല്ല സുഗന്ധം വരുന്നുണ്ട്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു? വരൂ ചന്ദൻ, ഇരിക്ക്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ബിഹാരി ഭുഞ്ചൻ. ചന്ദനും വന്ന് അവരുടെ അടുത്തായി വന്നിരുന്നു. ഇത് വറുത്ത കടലയും പൊരിയുമാണ്. ഒരു പ്രാവശ്യം ഇത് കഴിച്ചു നോക്കുമോനെ. ഇതിലെ എൻ്റെ അമ്മ ഉള്ളിയും മുളകും ചേർത്തിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് കാരണം നിന്റെ വയറ്റിലേക്ക് വേദന വരുന്നില്ല. ചന്ദൻ സമയം പാഴാക്കാതെ ആ പൂജയിൽ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു. അത് കഴിച്ചതും തന്നെ അവന്റെ മുഖവും സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇത് വളരെ രുചിയായിട്ടുണ്ട്. പിന്നെ ഇത് സമോസവിനെ പോലെ വെയിറ്റ് ആയിട്ടും ഇല്ല. ഞാൻ പറഞ്ഞല്ലേ, ഇത് എണ്ണയില്ലാതെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വളരെ സേഫാണ്. മഴ സമയത്ത് ഇതിനേക്കാളും ഒരു വലിയ സ്നാക്ക് ഏതും ഉണ്ടായില്ല. എല്ലാരും ഒന്നിച്ചിരുന്ന് ആ വലിയ പാത്രത്തിലുള്ള പൂഞ്ച എടുത്ത് കഴിക്കുകയായിരുന്നു. പിന്നെ പുറത്തു പെയ്യുന്ന മഴ കണ്ട് അവരെല്ലാരും ഒന്നിച്ച് സന്തോഷിക്കുകയായിരുന്നു. അടുത്ത ദിവസം മഴ നിന്നുപോയി. പക്ഷെ ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഗ്രാമത്തിൽ ആ തണുത്ത കാറ്റ് നന്നായി വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുശീലും ചന്ദനും ഗ്രാമത്തിൽ മരത്തിനടിയിൽ അവരുടെ ചെറിയ കട തുറന്നിരിക്കുകയായിരുന്നു. കേൾക്കൂ കേൾക്കൂ, ഈ മഴ സമയത്ത് രോഗത്തിനെ വീട്ടിലേക്ക് വർദ്ധിപ്പിക്കണ്ട. ബീഹാറിന്റെ പഴയ രുചിയുള്ള ബൂഞ്ച കഴിച്ചോളൂ. അവിടെ ഉണ്ടായിരുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ അവരെ നോക്കി. എന്നിട്ട് പതുക്കെ പതുക്കെ അവരുടെ അടുത്ത് വന്നു. ഷെടാ സുശീൽ, നിങ്ങൾ ഇവിടെ എന്താണ് വിറ്റുകൊണ്ടിരിക്കുന്നത്? ഇത് മാർക്കറ്റിൽ ഇരിക്കുന്ന ചാട്ട് പോലെയാണോ? ഇല്ല ചേട്ടാ, ഇത് നമ്മളുടെ പാരമ്പര്യ പൂഞ്ചയാണ്. ഇതിനെ എന്റെ അച്ഛൻ വീട്ടില് നല്ല മണ്ണ് കൊണ്ട് വരത്തിരിക്കുന്നു. അദ്ദേഹം ആ പൂഞ്ച വാങ്ങിച്ചു കഴിച്ചു നോക്കി. അദ്ദേഹത്തിന് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം മറ്റുള്ള ഗ്രാമത്തിലെ ജനങ്ങളും പതുക്കെ പതുക്കെ വന്ന് അവരുടെ പൂഞ്ച കഴിച്ചു. അവർക്കെല്ലാവർക്കും തന്നെ ആ പൂഞ്ച വല്ലാതെ ഇഷ്ടമായി കഴിഞ്ഞിരുന്നു. ആ ദിവസം അവസാനിക്കുന്നതിനകത്ത് തന്നെ അവർ കൊണ്ടുവന്ന പൂഞ്ച എല്ലാം തന്നെ വിറ്റ് തീർന്നിരുന്നു. സുശീലും ചന്ദനും ഒന്നിച്ചിരുന്ന് പണം എണ്ണാൻ തുടങ്ങി. അപ്പോഴാണ് സുശീലിന്റെ അച്ഛനും അമ്മയും അവിടേക്ക് വന്നത്. ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചതുപോലെ രുചിയായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അച്ഛാ, അമ്മേ, കണ്ടില്ലേ, ഇന്ന് എല്ലാ പൂഞ്ചയും തീർന്നു പോയിട്ടുണ്ട്. ഗ്രാമത്തിലിരിക്കുന്ന ആൾക്കാർ മാർക്കറ്റിലിരിക്കുന്ന സമോസ വിറ്റിട്ട് നമ്മളുടെ അടുത്താണ് വരുന്നത്.
എനിക്ക് മുഴുവൻ വിശ്വാസമുണ്ട്. ആൾക്കാർക്ക് രുചിയും ആരോഗ്യവും ചേർത്ത് കിട്ടുമ്പോൾ അവരെല്ലാം എന്തിനാ മാർക്കറ്റിൽ ചെന്ന് കഴിക്കുന്നത്? അതേ കൊച്ചച്ച, മുഖ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ചെയ്യുമ്പോൾ അതിന് വലിയ സാധനങ്ങളൊന്നും ആവശ്യമില്ല. എല്ലാരും ഒന്നിച്ച് നന്നായി ചിരിക്കാൻ തുടങ്ങി. ആ ചുറ്റുപാട് തന്നെ വല്ലാതെ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. കഥ ഇതോടുകൂടി അവസാനിച്ചു.